TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹയർ സെക്കൻഡറി +1 സുവോളജി ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ റിവിഷനും മോഡൽ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയാണിത്. ഈ ചാപ്റ്ററിൽ പഠിക്കുവാനുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെടുത്തി ഫാരിങ്സ്, ഗ്ലോട്ടിസ്, എപ്പിഗ്ലോട്ടിസ്, പ്ലൂറ എന്നീ പാർട്ടുകൾ, അതുപോലെ സ്റ്റെപ്സ് ഇൻ റെസ്പിറേഷൻ, മെക്കാനിസം ഓഫ് ബ്രീത്തിങ്, റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. ഈ ടോപ്പിക്കിൽ ഈ വിഭാഗത്തിൽ ടൈഡൽ വോളിയം, റെസിഡുവൽ വോളിയം ഇത് രണ്ടും മാത്രം പഠിച്ചാൽ മതിയാകും. ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ, ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു റെസ്പിറേറ്ററി സിസ്റ്റം, ഇത്രയുമാണ് ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഫാരിങ്സ് എന്ന് പറയുന്ന പാർട്ട്. എന്താണ് ഫാരിങ്സ്? ഇറ്റ് ഈസ് ദ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. ഫുഡും എയറും കടന്നു പോകുന്ന കോമൺ ആയിട്ടുള്ള പാസേജിനെയാണ്, നമ്മുടെ തൊണ്ടയുടെ ഭാഗത്തിനെയാണ് ഫാരിങ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഗ്ലോട്ടിസും എപ്പിഗ്ലോട്ടിസും എന്താണെന്ന് തിരിച്ചറിയുക. ഓപ്പണിംഗ് ഓഫ് ദ ലാറിങ്സ് ഈസ് കാൾഡ് ഗ്ലോട്ടിസ്. നമ്മുടെ സൗണ്ട് ബോക്സ് ഇരിക്കുന്ന ആ ഭാഗമാണ് ലാറിങ്സ് എന്ന് പറയുന്നത്. ആ ഭാഗത്തിലേക്ക് തുറക്കുന്ന ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോട്ടിസ്. ഓപ്പണിംഗ് ഓഫ് ദ ലാറിങ്സ് ഈസ് കാൾഡ് ഗ്ലോട്ടിസ്. ഈ ഗ്ലോട്ടിസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു കാർട്ടിലേജിനസ് ലിഡുണ്ട്. എ ലാർജ് ലീഫ് ലൈക്ക് കാർട്ടിലേജിനസ് ലിഡ് ഗാർഡ്സ് ദ ഓപ്പണിംഗ് ഓഫ് ലാറിങ്സ്, ദാറ്റ് ഈസ് നോൺ ആസ് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് എന്ന് വിളിക്കുന്നു. ഈ എപ്പിഗ്ലോട്ടിസ് നമ്മൾ ഫുഡ് വിഴുങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും? എപ്പിഗ്ലോട്ടിസ് അടഞ്ഞിട്ട് ഫുഡ് ട്രാക്കിയക്കകത്തേക്ക്, റെസ്പിറേറ്ററി ട്രാക്റ്റിനകത്തേക്ക് പോകാതെ പ്രിവെൻറ്റ് ചെയ്യും. എപ്പിഗ്ലോട്ടിസ് പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ദ ലാറിങ്സ്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് കടക്കാതെ എങ്ങനെയാണ് തടയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്? എപ്പിഗ്ലോട്ടിസ് അതിനെന്ത് ചെയ്യും? കവർ ചെയ്യും. ഗ്ലോട്ടിസിനെ കവർ ചെയ്തുകൊണ്ട് ഉള്ള ഒരു കാർട്ടിലേജിനസ് ലിഡാണ് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ദ ലാറിങ്സ്. ഇനി ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മെംബ്രെയിൻ്റെ പേരാണ്. അതിൻ്റെ പേര് ഓർക്കുക, പ്ലൂറ. ദ ലങ്സ്, two lungs which are covered by a double layered pleura with pleural fluid between them. ഇതൊരു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ്. ഈ മെംബ്രെയിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് പ്ലൂറൽ ഫ്ലൂയിഡ്. ഇറ്റ് റെഡ്യൂസസ് ഫ്രിക്ഷൻ ഓൺ ദ ലങ് സർഫസ്. ലങ് സർഫസിലെ ഫ്രിക്ഷൻ, ഘർഷണം ഒഴിവാക്കാൻ ഈ പ്ലൂറ സഹായിക്കുന്നു. The outer pleural membrane is in close contact with the thoracic lining. അപ്പോൾ ഔട്ടർ പ്ലൂറൽ മെംബ്രെയിൻ തൊറാസിക് ലൈനിങ്ങുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിലാണ്. ഇന്നർ പ്ലൂറൽ മെംബ്രെയിൻ ഈസ് ഇൻ കോണ്ടാക്റ്റ് വിത്ത് ദ ലങ് സർഫസ്. ലങ് സർഫസുമായിട്ട് കോണ്ടാക്റ്റാണ്. അപ്പോൾ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണെന്ന് പറഞ്ഞു. ഔട്ടർ മെംബ്രെയിൻ തൊറാസിക് ലൈനിങ്ങുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നു. ഇന്നർ മെംബ്രെയിൻ ലങ്സിൻ്റെ മെംബ്രെയിനുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നു. ഇനി സ്റ്റെപ്സ് ഇൻ റെസ്പിറേഷൻ. റെസ്പിറേഷൻ നടക്കുമ്പോൾ എന്തൊക്കെ ഘട്ടങ്ങളിലുള്ള പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബ്രീത്തിങ് ഓർ പൾമനറി വെന്റിലേഷൻ ബൈ വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് ഡ്രോൺ ഇൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആൽവിയോളാർ എയർ ഈസ് റിലീസ്ഡ് ഔട്ട്. ഒരു സ്റ്റെപ്പ് അതാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. എന്താണ്? ഓക്സിജൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള എന്ത് ചെയ്യുന്നു? എയർ അകത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള എയറിനെ പുറത്തേക്ക് വിടുന്നു. ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അക്രോസ് ആൽവിയോളാർ മെംബ്രെയിൻ. അപ്പോൾ ആൽവിയോളാർ മെംബ്രെയിനിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ആൽവിയോളയ്ക്കകത്തേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. ദെൻ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ദ ബ്ലഡ്. ഓക്സിജനെ ബ്ലഡ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ട് ചെയ്ത് ടിഷ്യൂസിന് കൊണ്ടു കൊടുക്കുന്നു. ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. ടിഷ്യൂസിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ ടിഷ്യൂസിന് കൊടുക്കുന്നു. ടിഷ്യൂസിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ബ്ലഡിലേക്ക് കൊണ്ടുവരുന്നു. യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ബൈ ദ സെൽസ് ഫോർ കാറ്റബോളിക് റിയാക്ഷൻസ്.
ആൻഡ് റിസൾട്ടൻറ്റ് റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഓക്സിജനെ സെല്ല് കാറ്റബോളിക് റിയാക്ഷൻസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇതേ ഒരു സ്റ്റെപ്പ് അനുസരിച്ച് ഓർത്തു വയ്ക്കേണ്ടതാണ്. അത് ഡിസോർഡർ ആക്കി കൊടുത്തിട്ട് നിങ്ങളോട് ഓർഡർ ആക്കാനുള്ള ക്വസ്റ്റ്യനൊക്കെ എക്സാമിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. അപ്പോൾ ബ്രീത്തിങ്ങിന് 2 സ്റ്റെപ്പുണ്ട്. എയർ അകത്തേക്ക് എടുക്കുന്ന സ്റ്റെപ്പാണ് ഇൻസ്പിറേഷൻ, എയർ പുറത്തേക്ക് വിടുന്ന സ്റ്റെപ്പാണ് എക്സ്പിറേഷൻ. ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നോക്കാം. ഡയഫ്രം കോൺട്രാക്ട്സ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഡയഫ്രം എന്ന് പറയുന്ന ഒരു ആർച്ച് ഷേപ്പിലായിട്ടുള്ള ഒരു മെംബ്രേനിയസ് സ്ട്രക്ചറുണ്ട്. അപ്പോൾ ഈ നോർമലായിട്ട് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഡയഫ്രം എന്ത് ചെയ്തിരിക്കും, ഇങ്ങനെ ആർച്ച് ഷേപ്പിൽ ബെൻഡ് ചെയ്ത് നിൽക്കും. ആ ബെൻഡ് ചെയ്ത് നിൽക്കുന്ന ഡയഫ്രം എന്ത് ചെയ്യുന്നു, കോൺട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇത് താഴേക്ക് വരുന്നു. അതാ ഫിഗർ നോക്കുക, ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിന്ന് ആർച്ച് ഷേപ്പിൽ നിന്ന് ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിങ്ങ് താഴേക്ക് വരുന്നു. വോളിയം ഓഫ് തൊറാസിക് ചേമ്പേഴ്സ് ഇൻക്രീസസ് ഇൻ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇതാണ് ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ്, ഈ ആക്സിസ്. അപ്പോൾ ഈ ആക്സിസിൽ ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ വോളിയം കൂടുന്നു. ദെൻ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട്സ്. ഇവിടെ റിബ്സിന് പരസ്പരം കണക്റ്റ് ചെയ്തുകൊണ്ട് മസിൽസ് ഉണ്ട്. ആ മസിൽസിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർകോസ്റ്റൽ മസിൽസ്. എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്യുന്ന മസിൽസാണ് ഇൻ്റർകോസ്റ്റൽ മസിൽസ്. റിബ്സിനെ അകത്തൂടെ കണക്ട് ചെയ്യുന്ന മസിൽസാണ് ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻസ്പിറേഷൻ നടക്കുമ്പോൾ എയർ അകത്തേക്ക് എടുക്കേണ്ട സമയമാകുമ്പോൾ എന്താ സംഭവിക്കുക, എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യും. ഈ മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ദ റിബ്സ് ആൻഡ് ദ സ്റ്റേണം റൈസ്ഡ്. റിബ്സും സ്റ്റേണവും എന്ത് ചെയ്യും, റൈസ് ചെയ്യും, മുകളിലേക്ക് പോകും. എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യും, വിസ്താരം കൂടുകയാണ് ചെയ്യുക, അല്ലേ. വോളിയം ഓഫ് തൊറാസിക് ചേമ്പർ ഇൻക്രീസസ് ഇൻ ഡോർസോ വെൻട്രൽ ആക്സിസ്. തൊറാസിക് ചേമ്പറിൻ്റെ വോളിയം ഡോർസോ വെൻട്രൽ ആക്സിസ്, ഈ ആക്സിസിൽ ഇൻക്രീസ് ചെയ്യും. ഇൻട്രാ പൾമനറി പ്രഷർ ബിക്കംസ് ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ അകത്തുള്ള പ്രഷർ, അതാണ് ഇൻട്രാ പൾമനറി പ്രഷർ, ലങ്സിനകത്തുള്ള പ്രഷർ ബിക്കംസ് ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ഇവിടെ വോളിയം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം പ്രഷർ ഡിക്രീസ് ചെയ്യും. എയർ ഫ്രം ഔട്ട്സൈഡ് മൂവ് ഇൻ ടു ദ ലങ്സ്. അപ്പോൾ ഇവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതൽ. അപ്പോൾ എന്ത് ചെയ്യും, എയർ പുറത്തു നിന്നും അകത്തേക്ക് കടക്കും. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ ഓർത്ത് വയ്ക്കുക. ഇൻസ്പിറേഷൻ നടക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്യും. ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസിൽ വോളിയം ഇൻക്രീസ് ചെയ്യും. ഇനി ഇവിടുത്തെ ഇൻ്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യും. ഇൻ്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഡോർസോ വെൻട്രൽ ആക്സിസിൽ വോളിയം ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ടോട്ടൽ പൾമനറി വോളിയം, ലങ്സിനകത്തുള്ള വോളിയം മൊത്തത്തിൽ ഇൻക്രീസ് ചെയ്യും. ഡോർസോ വെൻട്രൽ ആക്സിസിലും ഇൻക്രീസ് ചെയ്യും, ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസിലും ഇൻക്രീസ് ചെയ്യും, ഡോർസോ വെൻട്രൽ ആക്സിസിലും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ പൾമനറി വോളിയം ഇൻക്രീസ് ചെയ്യും. വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷർ ഡിക്രീസ് ചെയ്യും. പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ പുറത്ത് അറ്റ്മോസ്ഫിയറിലെ പ്രഷർ കൂടുതലും അകത്തെ പ്രഷർ കുറവും. അപ്പോൾ സ്വാഭാവികമായിട്ടും എയർ ഫ്രം ഔട്ട്സൈഡ് മൂവ് ഇൻ ടു ദ ലങ്സ്. ദാറ്റ് പ്രോസസ് ഈസ് നോൺ എസ് ഇൻസ്പിറേഷൻ. ഇനി എക്സ്പിറേഷനിലേക്ക് വരുമ്പോൾ നേരത്തെ നടന്ന പ്രോസസ്സ് എല്ലാം റിവേഴ്സ് ഡയറക്ഷനിൽ നടക്കും. എന്ന് പറയുമ്പോൾ ഡയഫ്രം നേരത്തെ കോൺട്രാക്റ്റ് ചെയ്തിരുന്ന ഡയഫ്രം റിലാക്സ് ചെയ്യും. ഡയഗ്രം നോക്കൂ, ഡയഫ്രം റിലാക്സ് ചെയ്യുമ്പോൾ അത് ആർച്ച് അപ്വേർഡ്സ്, മുകളിലേക്ക് പോവുകയാണ്. അതുപോലെ ഇൻ്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്യും. ഇൻ്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്യുമ്പോൾ ഈ ചെസ്റ്റ് താഴേക്ക് വരും. റിബ്സ് ആൻഡ് സ്റ്റേണം റിട്ടേൺഡ് ടു ഒറിജിനൽ പൊസിഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ള വോളിയം എന്ത് ചെയ്യും, കുറയും. വോളിയം ഡിക്രീസ് ചെയ്യും. വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അകത്തെ പ്രഷർ കൂടുതൽ, പുറത്തെ പ്രഷർ കുറവ്. വാട്ട് ഹാപ്പൻസ്, എയർ ഫ്രം ലങ്സ് മൂവ് ഔട്ട്. നോക്കൂ, ഡയഫ്രം ആൻഡ് ഇൻ്റർകോസ്റ്റൽ മസിൽസ് റിലാക്സസ്.
thoracic and pulmonary volume decreases. Intrapulmonary pressure increases above the atmospheric pressure. Air from lungs expelled. അപ്പോൾ എക്സ്പിറേഷനിലും ഇൻസ്പിറേഷനിലും നടക്കുന്ന പ്രോസസ്സുകൾ നന്നായിട്ട് നോക്കുക. പ്രത്യേകിച്ചും ഈ ഡയഗ്രാം തന്നിട്ട് നിങ്ങളോട് ഏത് പ്രോസസ്സാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആവശ്യപ്പെടാം, അതിൻ്റെ സ്റ്റെപ്പുകൾ എഴുതാൻ ആവശ്യപ്പെടാം. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്തിട്ടുള്ള ഈ പിക്ചറാണെങ്കിൽ അത് ഇൻസ്പിറേഷനാണ്. ഡയഫ്രം റിലാക്സ് ചെയ്തിട്ടുള്ള പിക്ചറാണെങ്കിൽ അത് എക്സ്പിറേഷനാണ്. പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരൊറ്റ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നോക്കിയാൽ മതിയാകും. പിന്നെ റിബ്സ് ആൻഡ് സ്റ്റേണം റൈസ്ഡ്, മുകളിലേക്ക് പുറത്തേക്ക് ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. റിബ്സ് ആൻഡ് സ്റ്റേണം റിട്ടേൺഡ് ടു ദ ഒറിജിനൽ പൊസിഷൻ, അകത്തേക്ക് കാണിച്ചിട്ടുണ്ട്. ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്യും, ഇവിടെ വോളിയം ഡിക്രീസ് ചെയ്യും. അപ്പോൾ രണ്ട് ഫിഗറും നന്നായിട്ട് നോക്കി വയ്ക്കുക. ഇനി റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസിൽ നമുക്ക് ആകെ ടൈഡൽ വോളിയവും റെസിഡുവൽ വോളിയവും, രണ്ട് വോളിയം മാത്രം ഫോക്കസ് ഏരിയയിൽ നോക്കിയാൽ മതി. ഇപ്പോൾ എന്താണ് ടൈഡൽ വോളിയം? വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. ഇപ്പം നോർമലായിട്ട് റെസ്പയർ ചെയ്യുന്ന ഒരാളിൽ ലങ്സിൻ്റെ അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന എയറിൻ്റെ അളവാണ് ടൈഡൽ വോളിയം. അതെത്രയാണ് അളവ്? 500 ml. That is, a healthy man can inspire or expire approximately 6000 to 8000 ml of air per minute. അപ്പോൾ ആ വാല്യൂ ഓർത്ത് വയ്ക്കുക, 6000 to 8000 ml per minute. ഇപ്പോൾ നോർമൽ ടൈഡൽ വോളിയം എന്ന് പറയുന്നത് 500 ml ആണ്. ഇനി എന്താണ് റെസിഡുവൽ വോളിയം? വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ. ശക്തിയായിട്ട് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാലും നമുക്ക് പുറത്തേക്ക് വിടാൻ പറ്റാത്ത കുറച്ച് എയർ നമ്മുടെ ലങ്സിൽ അവശേഷിക്കും. ആ എയറാണ് റെസിഡുവൽ വോളിയം. അതെത്ര എമൗണ്ട് ഉണ്ട്? 1100 ml to 1200 ml ഉണ്ട്. വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ ഈസ് നോൺ ആസ് റെസിഡുവൽ വോളിയം. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, അതിൽ നമുക്ക് ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് മാത്രമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഓക്സിജൻ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 97% ഓക്സിജനും RBC ആണ് കൊണ്ടുപോകുന്നത്. ബാക്കി ഒരു 3% പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഓർക്കുക, 97% ഓഫ് ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ RBCs. Remaining 3% of oxygen is carried in a dissolved state through the plasma. ഓക്സിജൻ എങ്ങനെയാണ് RBC കൊണ്ടുപോകുന്നത്? RBCയിൽ ഒരു റെഡ് കളർ പിഗ്മെൻ്റ് ഉണ്ട്, പഠിച്ചിട്ടുണ്ട്, ഹീമോഗ്ലോബിൻ. ആ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്ന പ്രോഡക്റ്റ്? ഓക്സി ഹീമോഗ്ലോബിൻ. ഓർക്കുക, ഓക്സിജൻ കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം ഓക്സി ഹീമോഗ്ലോബിൻ. ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ മാനർ. ഒരു റിവേഴ്സിബിൾ മാനറിലാണിത് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അത് പെട്ടെന്ന് അതെന്ത് ചെയ്യും? അസോസിയേറ്റ് ചെയ്യും, ഡിസോസിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കൂടിച്ചേരുമ്പോൾ അത് ഓക്സി ഹീമോഗ്ലോബിൻ ആകുന്നു. ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് മാറുന്നു. ആൽവിയോളയിൽ വെച്ച് അത് കമ്പൈൻ ചെയ്യുന്നു, ടിഷ്യൂസിൽ വെച്ചിട്ട് അത് ഡിസോസിയേറ്റ് ചെയ്യുന്നു. ഓരോ ഹീമോഗ്ലോബിൻ മോളിക്യൂളിനും can carry a maximum of 4 molecules of oxygen. ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് വഹിച്ചു പോകാൻ പറ്റുന്നത് 4 ഓക്സിജൻ മോളിക്യൂൾസിനെയാണ്. അതും ഓർക്കുക. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷനും അതിൻ്റെ ഡിസോസിയേഷനും സഹായിക്കുന്നത്? ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നത് ലങ്സിലാണ്, ഡിസോസിയേഷൻ നടക്കുന്നത് ടിഷ്യൂസിലാണ്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇതിനെ ഫേവർ ചെയ്യുന്നതെന്നുള്ളത്? ആൽവിയോളയിലേക്ക് എത്തുമ്പോൾ അവിടെ ഹൈ PO2, ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ ഹൈ ആയിരിക്കും. ലോ PCO2, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ ലോ ആയിരിക്കണം. ലെസർ H+ കോൺസെൻട്രേഷൻ, H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കണം. ലോവർ ടെമ്പറേച്ചർ ആയിരിക്കണം. അപ്പോൾ എല്ലാം ഹൈ PO2 എല്ലാം ലോ PCO2, ലെസർ H+ കോൺസെൻട്രേഷൻ, ലോവർ ടെമ്പറേച്ചർ, ഒരെണ്ണം മാത്രം ഹൈ. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട്
കൂടിച്ചേരുമ്പോൾ PO2 മാത്രമാണ് ഹൈ PO2, ലോ PCO2, ലെസ്സർ H+ കോൺസെൻട്രേഷൻ, ലോവർ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഫാക്ടേഴ്സ് പ്രത്യേകം പ്രാധാന്യം കൊടുത്ത് നോക്കുക. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ആൽവിയോളയിൽ ഹെൽപ്പ് ചെയ്യുന്നത്? ഒന്നുകൂടെ, ഹൈ PO2, ലോ PCO2, ലെസ്സർ H+ കോൺസെൻട്രേഷൻ, ലോവർ ടെമ്പറേച്ചർ. ഇനി ടിഷ്യൂസിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ റിവേഴ്സാണ്. അവിടെ ലോ PO2, ആൽവിയോളയിൽ ഹൈ PO2 ആയിരുന്നെങ്കിൽ ടിഷ്യൂസിലത് ലോ PO2 ആണ്. ബാക്കിയെല്ലാം ഹൈ PCO2, ഹൈ H+ കോൺസെൻട്രേഷൻ, ഹയർ ടെമ്പറേച്ചർ. അപ്പോൾ ഇത് പരസ്പരം മാറിപ്പോകാതെ ഈ ഫാക്ടേഴ്സ് ഓർത്ത് വയ്ക്കുക. PO2 ഹൈ ആയിരിക്കുന്നത് ആൽവിയോളയിലാണ്, PO2 ലോ ആയിരിക്കുന്നത് ടിഷ്യൂസിലാണ്. അപ്പോൾ ദീസ് കണ്ടീഷൻസ് ആർ ഫേവറബിൾ ഫോർ ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ദ ഓക്സിഹീമോഗ്ലോബിൻ. ഇനി ഓക്സിജനെ വഹിച്ചുകൊണ്ട് പോകുന്നത് ഹീമോഗ്ലോബിൻ ആണെന്നറിയാം. അപ്പോൾ എത്രത്തോളം ഓക്സിജൻ ഉണ്ടായിരുന്നാൽ നമ്മുടെ ബ്ലഡിലുള്ള മാക്സിമം ഹീമോഗ്ലോബിൻ ഓക്സിഹീമോഗ്ലോബിനായിട്ട് മാറും. അപ്പോൾ അതിന് എത്ര പാർഷ്യൽ പ്രഷർ ഉണ്ടാകണം, നമ്മുടെ അന്തരീക്ഷ വായുവിൽ എത്രത്തോളം ഓക്സിജൻ വേണം നമുക്ക് സാധാരണ രീതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യണമെങ്കിൽ, ശ്വസിക്കണമെങ്കിൽ, റെസ്പിറേഷൻ നടത്തണമെങ്കിൽ എന്നതിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ് ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയിൽ ഇവിടെ എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുണ്ട്. പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ വൈ ആക്സിസിൽ കൊടുത്തിട്ടുണ്ട്. എത്ര ശതമാനം ഹീമോഗ്ലോബിൻ സാച്ചുറേറ്റഡ് ആകുന്നു, ഓക്സിജൻ കൊണ്ട് സാച്ചുറേറ്റഡ് ആകുന്നു എന്നുള്ളത് വൈ ആക്സിസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ ഒരു അനാലിസിസും അത് വിവിധ ഫാക്ടേഴ്സ് മാറുമ്പോൾ എങ്ങനെ ഈ ഗ്രാഫ് മാറുന്നു എന്നുള്ളതും നമുക്ക് റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. A sigmoid curve is obtained when percentage saturation of hemoglobin with oxygen is plotted against the PO2. This curve is called the oxygen dissociation curve. It is highly useful in studying the effect of factors like PCO2 എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസ്, എങ്ങനെ H+ അയോൺസിൻ്റെ പ്രസൻസ്, എങ്ങനെ നമ്മുടെ ഈ ഹീമോഗ്ലോബിൻ സാച്ചുറേഷനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് ഈ ഗ്രാഫ് നോക്കി നമുക്ക് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത്, ഈ ഗ്രാഫിൻ്റെ ഒരു അനാലിസിസ് നടത്തുമ്പോൾ ഇവിടെ എത്ര PO2ൽ എത്ര ഓക്സിജൻ സാച്ചുറേറ്റഡ് ആകുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ PO2 20 PO2ൽ എത്ര പെർസെൻറ്റേജ് ഹീമോഗ്ലോബിൻ സാച്ചുറേറ്റഡ് ആകുന്നു എന്ന് നോക്കുമ്പോൾ നമ്മളിവിടെ ആ 20യുമായിട്ട് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള വാല്യൂ ഇവിടെ നോക്കുക. എത്ര പെർസെൻ്റ് ആണ്? അപ്പോൾ ഇവിടെ നമുക്ക് 30 എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയിട്ട് 30% ഓഫ് ഹീമോഗ്ലോബിൻ എന്ന് നമുക്ക് ആൻസർ എഴുതാം. അപ്പോൾ അതുപോലെ തന്നെ തിരിച്ചും ചോദിക്കാം. അപ്പോൾ 100% ഹീമോഗ്ലോബിനും സാച്ചുറേറ്റഡ് ആകാൻ 100% ഹീമോഗ്ലോബിൻ സാച്ചുറേറ്റഡ് ആകണമെങ്കിൽ എത്ര PO2 വേണം? ഇപ്പം നമുക്കിവിടെ ഗ്രാഫിൽ നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതാ നോക്കൂ, ഇവിടെ 100% ആയിട്ടുണ്ട് അല്ലേ? 100% ആകാൻ ഇതാ ഇവിടെ 90 മതി. PO2 90 ആയപ്പോൾ തന്നെ ഇവിടെ 100-ലെത്തി. അപ്പോൾ അന്തരീക്ഷ വായുവിൽ നമുക്കറിയാം PO2 എന്ന് പറയുന്നത് 159 അപ്പോൾ അത്രയും ഒന്നും PO2ൻ്റെ ആവശ്യമില്ല. PO2 90 ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ 100% ഹീമോഗ്ലോബിനും സാച്ചുറേറ്റഡ് ആകും. ഇനി ഒരു 90% ഹീമോഗ്ലോബിൻ സാച്ചുറേറ്റഡ് ആകണമെങ്കിൽ എത്ര PO2 വേണം? ഇതാ നോക്കൂ, 60 മതി. അന്തരീക്ഷ വായുവിൽ PO2 60 ഉണ്ടെങ്കിൽ 90% ഹീമോഗ്ലോബിൻ വിൽ ബി സാച്ചുറേറ്റഡ് വിത്ത് ഓക്സിജൻ. അപ്പോൾ ഈ ഒരു അനാലിസിസുമായി ബന്ധപ്പെടുത്തി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം, അതിൽ ആസ്മ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് കോസിങ് വീസിങ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. അപ്പോൾ ബ്രോങ്കൈയിലും ബ്രോങ്കിയോൾസിനും ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട്
വീക്കം ഉണ്ടായിട്ട് നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് എന്ത് കേട്ടും ഒരു വിസിലിംഗ് സൗണ്ട് കേൾക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ആസ്മ എന്നുള്ള ഡിസീസിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കായിട്ട് പറയുന്നത്. ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് കോസിങ് വീസിങ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. അപ്പോൾ ഈ ക്യാരക്ടർ പറഞ്ഞാൽ ഈ ഡിസീസാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, തിരിച്ചും വേണം. ഇനി എംഫിസീമ. എംഫിസീമ എന്ന് പറയുന്നത് ക്രോണിക്കായിട്ട് സിഗരറ്റ് സ്മോക്കേഴ്സിൽ വരുന്ന ഡിസീസാണ്. എന്താ സംഭവിക്കുക? ആൽവിയോളാർ വാൾസ് ആർ ഡാമേജ്ഡ് ഡ്യൂ ടു വിച്ച് റെസ്പിറേറ്ററി സർഫസ് ഈസ് ഡിക്രീസ്ഡ്. അപ്പോൾ സിഗരറ്റ് സ്മോക്കേഴ്സിൽ ടാർ പോലെയുള്ള വസ്തുക്കൾ അത് സിഗരറ്റ് സ്മോക്കിങ്ങിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുകയും അത് ആൽവിയോളയ്ക്കകത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് ആൽവിയോള എന്ത് ചെയ്യും? ഡാമേജ്ഡാകും. അങ്ങനെ റെസ്പിറേറ്ററി സർഫസ് റെഡ്യൂസ്ഡ് ആയി പോകും. ആ ഡിസീസിനെ വിളിക്കുന്ന പേരാണ് എംഫിസീമ. അപ്പോൾ എംഫിസീമയുടെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സിഗരറ്റ് സ്മോക്കിംഗ് ആണെന്നുള്ളത് ഓർക്കുക. ഇനി ഓക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ, തൊഴിൽപരമായിട്ട് ബന്ധപ്പെട്ട് ലങ്സിന് ഉണ്ടാകാവുന്ന ഡിസോർഡർ. ഇൻ സർട്ടൺ ഇൻഡസ്ട്രീസ് എസ്പെഷ്യലി ദോസ് ഇൻവോൾവിങ് ഗ്രൈൻഡിങ് ഓർ സ്റ്റോൺ ബ്രേക്കിംഗ്, പാറമടകളിലും മറ്റും പ്രവർത്തിക്കുന്ന ആൾക്കാരിൽ, അതുപോലെയുള്ള സ്ഥലങ്ങളിൽ മച്ച് ഡസ്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ദാറ്റ് ദ ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ ബോഡി കനോട്ട് ഫുള്ളി കോപ്പ് വിത്ത് ദ സിറ്റുവേഷൻ. ഇപ്പം നമ്മുടെ ശരീരത്തിലെ ഡിഫൻസ് മെക്കാനിസത്തിന് അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം. ലോങ് എക്സ്പോഷർ ക്യാൻ ഗീവ് റൈസ് ടു ഇൻഫ്ലമേഷൻ ലീഡിങ് ടു ഫൈബ്രോസിസ്, ദാറ്റ് ഈസ് പ്രോളിഫറേഷൻ ഓഫ് ഫൈബ്രസ് ടിഷ്യൂസ് ആൻഡ് ദസ് കാസിങ് സീരിയസ് ലങ് ഡാമേജ്. അപ്പോൾ ഇതിൽ ഈ രീതിയിൽ ഡസ്റ്റും മറ്റുമൊക്കെ ലങ്സിനകത്തേക്ക് എത്തിയിട്ട് സ്റ്റോൺ ബ്രേക്കിങ്ങിൻ്റെയും ഗ്രൈൻഡിങ്ങിൻ്റെയും ഫലമായിട്ടുണ്ടാകുന്ന ഡസ്റ്റും മറ്റുമൊക്കെ ലങ്സിലെത്തിയിട്ട് അതിലെന്തുണ്ടാക്കും? ഫൈബ്രോസിസ് ഉണ്ടാക്കും. ദാറ്റ് മീൻസ് ഇതിനകത്ത് ഫൈബ്രസ് ടിഷ്യൂസ് ഫോം ചെയ്യും. അങ്ങനെ ലങ്സിൻ്റെ ടിഷ്യൂസ് എന്ത് ചെയ്യും? ഡാമേജ്ഡ് ആകും. അപ്പോൾ ഇതിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ എന്താണ്? വർക്കേഴ്സ് ഇൻ സച്ച് ഇൻഡസ്ട്രീസ് ഷുഡ് വിയർ പ്രൊട്ടക്റ്റീവ് മാസ്ക്. എന്ത് ചെയ്യണം? മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ. ഇനി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓപ്പണിംഗ് ഓഫ് ട്രാക്കിയ ഈസ് കാൾഡ്. ട്രാക്കിയയിലേക്ക് വരുന്ന ഓപ്പണിങ്ങിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുക? ഗ്ലോട്ടിസ് എന്നാണ് വിളിക്കുക. ഈച്ച് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ക്യാൻ ക്യാരി എ മാക്സിമം ഓഫ് ഡാഷ് മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ. എത്ര ഓക്സിജനെ വഹിക്കാൻ പറ്റും? 4 ഓക്സിജൻ മോളിക്യൂൾസിനെ വഹിക്കാൻ പറ്റും. Find the relationship between the first pair and fill in the blanks. ഹാർട്ട്, പെരിക്കാർഡിയം. ലങ്സ് ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് പെരിക്കാർഡിയം. ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാ? പ്ലൂറ. ടൈഡൽ വോളിയം 500 ml. റെസിഡ്യുവൽ വോളിയം എത്ര? 1100 to 1200 ml. A major percentage, 97% of oxygen is transported by RBCs in the blood. 97% ഓക്സിജനെയും വഹിച്ചു കൊണ്ടുപോകുന്നത് RBCs ആണ്. ഹൗ ഡസ് ദ റിമൈനിങ് പെർസെൻറ്റേജ് 3% ഓഫ് ഓക്സിജൻ ട്രാൻസ്പോർട്ടഡ്? എങ്ങനെയാണ് ബാക്കി 3% ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്? ഇറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ. പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. മേക്ക് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ കണ്ടക്സ്റ്റ് ടു ഓക്സിജൻ ബൈൻഡിങ് ടു ഹീമോഗ്ലോബിൻ. ഇപ്പോൾ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങളിൽ ഇതിലേതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഹയർ pH, ലോവർ ടെമ്പറേച്ചർ, ലോവർ PCO2, ഹയർ PO2. ഇതിലേതാണ് ഇൻകറക്റ്റ്, ശരി അല്ലാത്തത്? നോക്കൂ ഈ പിക്ചറിൽ. ഇവിടെ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യണമെങ്കിൽ ഹൈ PO2 വേണം, ലോ PCO2 വേണം, ലെസ്സർ H+ കോൺസെൻട്രേഷൻ, ലോവർ ടെമ്പറേച്ചർ. എല്ലാം ലോ എക്സെപ്റ്റ് 1. ഹൈ PO2 മാത്രമാണ് ഹൈ. PO2 മാത്രമാണ് ഹൈ, ബാക്കിയെല്ലാം ലോ. അപ്പോൾ ഓർക്കുക, ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ലോ ആണ്, PO2 മാത്രം ഹൈ ആണ്. അപ്പോൾ ഇവിടെ എല്ലാം ലോവർ ടെമ്പറേച്ചർ, ലോവർ PCO2, ഇവിടെ ഹയർ PO2 കൊടുത്തിട്ടുണ്ട്, ഹയർ pH കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതാ ആൻസർ വരിക? ലെസ്സർ H+ കോൺസെൻട്രേഷനാണ്.
അല്ലേ? അപ്പോൾ ഇവിടെ ലോവർ pH ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഹയർ pH ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ റീസൺ ഫോർ സെലക്ഷൻ. എംഫിസീമ, ജോണ്ടിസ്, ഓക്കുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ, ആസ്മ. അപ്പോൾ ഇതിലാരാ കൂട്ടത്തിൽപ്പെടാത്തത്? എംഫിസീമയും ഓക്കുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡറും ആസ്മയും റെസ്പിറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സാണ്. ജോണ്ടിസ് നമ്മുടെ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡറാണ്. ഡയഫ്രം, അബ്ഡോമിനൽ മസിൽ, ബൈസെപ്സ്, ഇൻ്റർകോസ്റ്റൽ മസിൽസ്. അപ്പോൾ ഇതിൽ ഡയഫ്രവും അബ്ഡോമിനൽ മസിൽസും ഇൻ്റർകോസ്റ്റൽ മസിൽസും നമ്മുടെ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട മസിൽസാണ്. ബൈസെപ്സ് കൈയിലെ മസിൽസാണ്. മേക്ക് ദ കറക്റ്റ് പെയർ ഓഫ് മസിൽസ് ഇൻവോൾവ് ഇൻ ദ നോർമൽ ബ്രീത്തിങ് ഇൻ ഹ്യൂമൻസ്. അപ്പോൾ ബ്രീത്തിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ഏതൊക്കെയാണെന്നാണ്. എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ്, ഡയഫ്രം ആൻഡ് അബ്ഡോമിനൽ മസിൽസ്, ഡയഫ്രം ആൻഡ് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ്, ഡയഫ്രം ആൻഡ് ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ്. അപ്പോൾ ഇത് നോർമൽ ബ്രീത്തിങ്, ഇതവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. നോർമൽ ബ്രീത്തിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന കറക്റ്റ് പെയറാണ്. അപ്പോൾ നോർമലായിട്ട് ബ്രീത്തിങ്ങിന് നമുക്ക് ആവശ്യം ഡയഫ്രവും എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസുമാണ്. നമുക്ക് ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസും അബ്ഡോമിനൽ മസിൽസും ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത് ഫോഴ്സ്ഡ് ബ്രീത്തിങ്ങിനാണ്. ഫോഴ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് എക്സ്പിറേഷൻ നടത്തണമെങ്കിൽ നമുക്ക് ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസും അബ്ഡോമിനൽ മസിൽസിൻ്റെയും ആവശ്യമുണ്ട്. അപ്പോൾ നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാൻ ഡയഫ്രവും എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസുമാണ് ആവശ്യം. കോമൺ പാസേജ് ഫോർ ബോത്ത് ഫുഡ് ആൻഡ് എയർ. ഫുഡിൻ്റെയും എയറിൻ്റെയും കോമൺ പാസേജ് ഏതാണ്? ഫാരിങ്സ്. എ പേഴ്സൺ സഫേഴ്സ് പങ്ക്ചേഴ്സ് ഇൻ ഹിസ് ചെസ്റ്റ് ക്യാവിറ്റി ഇൻ ആൻ ആക്സിഡൻറ്റ് വിത്തൗട്ട് എനി ഡാമേജ് ടു ദ ലങ്സ്. ഇറ്റ്സ് എഫക്റ്റ് കുഡ് ബി. ഒരാളിന് ആക്സിഡൻറ്റ് പറ്റിയിട്ട് അയാളുടെ ചെസ്റ്റ് ക്യാവിറ്റിക്ക് പങ്ക്ചർ ഉണ്ടാകുന്നു, കുഴപ്പമുണ്ടാകുന്നു. വിത്തൗട്ട് എനി ഡാമേജ് ടു ദ ലങ്സ്, ലങ്സിന് ഡാമേജ് ഉണ്ടാകുന്നില്ല. ഇറ്റ്സ് എഫക്റ്റ് കുഡ് ബി. അപ്പോൾ ഓർക്കുക, നമ്മുടെ ഈ ഒരു നോർമൽ ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ പ്രോസസ്സ് നടക്കുന്നത് ഒരു പ്രഷർ ഗ്രേഡിയൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഒരു പ്രഷർ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഒരു എയർ ടൈറ്റ് ക്യാവിറ്റി നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ, തൊറാസിക് ക്യാവിറ്റിയിൽ ഉണ്ടാവണം. അപ്പോൾ ആ ഒരു എയർ ടൈറ്റ് ക്യാവിറ്റി ഉണ്ടാകുന്നത് അവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ഇൻസ്പിറേഷനും എക്സ്പിറേഷനും നടക്കില്ല. പ്രഷർ ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടില്ല. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും അകത്തെ പ്രഷർ കുറഞ്ഞിരുന്നാൽ മാത്രമേ എയർ നമുക്ക് അകത്തേക്ക് കടക്കുകയുള്ളൂ. അതുപോലെ അകത്തെ പ്രഷർ കൂടിയും പുറത്തെ പ്രഷർ കുറഞ്ഞു നിന്നാൽ മാത്രമേ എയർ ലങ്സിൽ നിന്ന് പുറത്തേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ഒരു പ്രഷർ ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എയർ ടൈറ്റ് നമ്മുടെ തൊറാസിക് ക്യാവിറ്റി ഉണ്ടാകണം. പക്ഷേ ഇവിടെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് എന്ത് പറ്റി? തൊറാസിക് ക്യാവിറ്റിക്ക് പങ്ക്ചർ പറ്റി, കുഴപ്പം പറ്റി. അതെന്തിനെ അഫക്റ്റ് ചെയ്യും? റെഡ്യൂസ്ഡ് ബ്രീത്തിങ് റേറ്റ്, റാപ്പിഡ് ഇൻക്രീസ് ഇൻ ബ്രീത്തിങ് റേറ്റ്, നോ ചേഞ്ച് ഇൻ റെസ്പിറേഷൻ, സിസേഷൻ ഓഫ് ബ്രീത്തിങ്. സിസേഷൻ ഓഫ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോപ്പിംഗ്, സ്റ്റോപ്പ് ആവുക, ബ്രീത്തിങ് സ്റ്റോപ്പ് ആവുക. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുക? സിസേഷൻ ഓഫ് ബ്രീത്തിങ്, സ്റ്റോപ്പിംഗ് ഓഫ് ബ്രീത്തിങ് ആണ് നടക്കുക. ഇൻസിഡൻസ് ഓഫ് എംഫിസീമ, എ റെസ്പിറേറ്ററി ഡിസോർഡർ ഈസ് ഹൈ ഇൻ സിഗരറ്റ് സ്മോക്കേഴ്സ്. ഇൻ സച്ച് കേസസ് എന്താ സംഭവിക്കുക? എംഫിസീമ വരുമ്പോൾ എന്താ സംഭവിക്കുക? ദ ബ്രോങ്കിയോൾസ് ആർ ഫൗണ്ട് ഡാമേജ്ഡ്, ദ ആൽവിയോളാർ വാൾസ് ആർ ഫൗണ്ട് ഡാമേജ്ഡ്, ദ പ്ലാസ്മ മെമ്പറൈൻ ഈസ് ഫൗണ്ട് ഡാമേജ്ഡ്, ദ റെസ്പിറേറ്ററി മസിൽസ് ആർ ഫൗണ്ട് ഡാമേജ്ഡ്. എവിടെയാണ് ഡാമേജ് ഉണ്ടാവുക? ആൽവിയോളാർ വാൾസ് ആർ ഫൗണ്ട് ഡാമേജ്ഡ്. Breathing is the exchange of oxygen from the atmosphere with the carbon dioxide produced by the cells. Right, any two muscles involved in breathing. ഇപ്പോൾ ബ്രീത്തിങ്ങുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന രണ്ട് മസിൽസിൻ്റെ പേരെഴുതാൻ പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസും അതുപോലെ തന്നെ ഡയഫ്രത്തിൻ്റെയും പേരെഴുതിയാൽ മതിയാകും. ഡാഷ് ഈസ് എ റെഡ് കളേർഡ് അയൺ കണ്ടെയ്നിങ് പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ ദ RBC. സംശയമില്ല, ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. ഹൗ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ദ ഗ്ലോട്ടിസ് ഈസ് പ്രിവെൻറ്റഡ് ഡ്യൂറിങ് swallowing. ഇപ്പോൾ ഗ്ലോട്ടിസിലേക്ക് ഫുഡ് അടങ്ങാതെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ആരാണ്?
എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. In certain industries, especially those involving grinding or stone breaking, so much dust is produced that the defense mechanism of the body cannot fully cope with the situation. Long exposure can give rise to inflammation, leading to fibrosis, and thus causing serious lung disease. Name the disease. പഠിച്ചു നമ്മൾ occupational respiratory disorders. റൈറ്റ് എനി വൺ പ്രിവെൻറ്റീവ് മെഷർ ടു അവോയ്ഡ് ഇറ്റ്. അത് അവോയ്ഡ് ചെയ്യാൻ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? വിയർ മാസ്ക് ധരിക്കുക. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ഫോളോയിങ് ടേംസ്: ടൈഡൽ വോളിയം, റെസിഡ്യുവൽ വോളിയം. രണ്ടിൻ്റെയും ഡെഫിനിഷൻ ഓർത്തു വയ്ക്കുക. എ ഫ്ലൂയിഡ് ഫിൽഡ് ഡബിൾ മെംബ്രേനിയസ് ലെയർ സറൗണ്ട്സ് ദ ലങ്സ്. നെയിം ഇറ്റ് ആൻഡ് മെൻഷൻ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ. എന്താണ്? പ്ലൂറ. പ്ലൂറ എന്ത് ചെയ്യുന്നു? അവോയ്ഡ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ലങ് സർഫസ്. ഐഡൻറ്റിഫൈ ദ ഗ്രാഫ് ഗിവൺ ബിലോ. എന്താണ് ഈ ഗ്രാഫ്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ആൻഡ് ഡിസോസിയേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. അപ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷനും ഡിസോസിയേഷനും ഉള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ്? PO2, PCO2, ടെമ്പറേച്ചർ, H+ion കോൺസെൻട്രേഷൻ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെ. കെയർഫുള്ളി ഒബ്സർവ് ദ ഗിവൺ സിഗ്മോയിഡ് കർവ് ഓൺ ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഡസ് ദ ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ്? ഈ ഗ്രാഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇവിടെ എന്താണ്? ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ. വാട്ട് ആർ ദ 3 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സിഗ്മോയിഡ് പാറ്റേൺ ഓഫ് ദ ഗ്രാഫ്? ഏതൊക്കെയാണ് 3 ഫാക്ടേഴ്സ്? PO2 ഉണ്ട്, PCO2 ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, H+ion കോൺസെൻട്രേഷൻ ഉണ്ട്. വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ വെൻ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് 30 millimeter ഓഫ് മെർക്കുറി? പാർഷ്യൽ പ്രഷർ 30 ആയപ്പോൾ, ഇവിടെ കാണാൻ നമുക്ക് 30 ആയപ്പോൾ എത്ര പെർസെൻറ്റേജ് ഹീമോഗ്ലോബിൻ ഓക്സിജൻ കൊണ്ട് സാച്ചുറേറ്റഡ് ആകുന്നു? അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയിട്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, ഇവിടെ നമുക്ക് 60 ആയിട്ടില്ല, ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ് 60 എന്ന് ആൻസർ എഴുതിയാൽ മതിയാകും. അപ്രോക്സിമേറ്റ്ലി 60%. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഗിവൺ ഗ്രാഫ് ഓഫ് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ്, എക്സ് ആക്സിസ് ഡിനോട്ട് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ഇവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കാണിക്കുന്നു. വൈ ആക്സിസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്താണ്? പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ. റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് ദ സിഗ്മോയിഡ് കർവ്. ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സിൻ്റെ പേര്. PO2 പറയാം, PCO2 പറയാം, ടെമ്പറേച്ചർ പറയാം, H+ion കോൺസെൻട്രേഷൻ പറയാം. ഇതും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെ. ഐഡൻറ്റിഫൈ ദ PO2 വെയർ 50% സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. ഇപ്പോൾ റിവേഴ്സ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 50% ഹീമോഗ്ലോബിൻ സാച്ചുറേഷൻ നടക്കുന്നത് എത്ര PO2ലാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നോക്കേണ്ടത്. 50% സാച്ചുറേറ്റഡ് ആയി. എത്ര PO2? ഇത് അറിയാൻ നമുക്ക്. ഇറ്റ് ഈസ് 30 ആണ്. ഇവിടെ 30 ആണ്. അപ്പോൾ ഇത് 30 എത്തിയിട്ടില്ല, ബട്ട് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ് 30 എന്ന് നമുക്ക് ആൻസർ എഴുതാം. അപ്രോക്സിമേറ്റ് 30 എന്ന് എഴുതാം. മെൻഷൻ ദ ഫാക്ടേഴ്സ് ഫേവറബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ഇൻ ആൽവിയോളൈ. അപ്പോൾ ആൽവിയോളയിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഓർമ്മയുണ്ടാകുമല്ലോ. ഹൈ PO2 വേണം, ലോ PCO2 വേണം, ലോവർ ടെമ്പറേച്ചർ വേണം, ലെസ്സർ H+ion കോൺസെൻട്രേഷൻ വേണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റാണ് ടിഷ്യൂസിൽ വരുമ്പോൾ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ഗ്രാഫ്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അപ്പോൾ ഈ ഫാക്ടേഴ്സിൽ എങ്ങനെ നമുക്ക് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഗ്രാഫ് നമുക്ക് സഹായിക്കുന്നു. ലിസ്റ്റ് ദ മേജർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ഓക്സി ഹീമോഗ്ലോബിൻ ഇൻ ദ ടിഷ്യൂസ്. അപ്പോൾ ടിഷ്യൂസിലെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അവിടെ ഹൈ PO2, ബാക്കിയെല്ലാം ലോ അല്ലേ? ലോ ഹൈ PCO2, ബാക്കിയെല്ലാം ലോ PO2, അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഹൈ അല്ലേ? അങ്ങനെയാണ്. ലിസ്റ്റ് ദ മേജർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ഓക്സി ഹീമോഗ്ലോബിൻ ഇൻ ദ ടിഷ്യൂസ് ആണ്. ടിഷ്യൂസിൽ വരുമ്പോഴത്തേക്കും ഹൈ PCO2 ആണ്, ബാക്കിയൊക്കെ ലോ ആയിട്ടും.
ഡിഫറൻഷിയേറ്റ് ദ പ്രോസസ് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. എക്സ്പിറേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, എന്താണ് ഇൻസ്പിറേഷൻ, എന്താണ് എക്സ്പിറേഷൻ എന്ന് എഴുതുക. ആസ്മ ആൻഡ് എംഫിസീമ ആർ 2 ഡിസോർഡേഴ്സ് ഓഫ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. മെൻഷൻ ദെയർ കോസസ് ആൻഡ് സിംറ്റംസ്. അപ്പോൾ ആസ്മയുടെയും എംഫിസീമയുടെയും കോസസും സിംറ്റംസും. അപ്പോൾ അത് നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവിടെ നിങ്ങൾ എഴുതിയാൽ മതിയാവും. ബ്ലഡ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ഫ്രം ആൽവിയോളസ് ടു ടിഷ്യൂസ് ബൈ 2 മെത്തേഡ്സ്. എക്സ്പ്ലെയിൻ. ഏതൊക്കെയാണ് മെത്തേഡ്സ്? ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നതും പിന്നെ ഓക്സിജൻ പ്ലാസ്മയിൽ ഡിഫ്യൂസ് ചെയ്യുന്നതും. 97% ഓക്സി ഹീമോഗ്ലോബിനും 3% പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തു. In the tissues, the conditions are favorable for dissociation of oxygen from the oxyhemoglobin. Write any 4 favorable conditions in the tissues for the dissociation of oxygen from oxyhemoglobin. ആ ഫാക്ടേഴ്സ് പ്രത്യേകം ഓർത്തു വയ്ക്കുക. Write one word for the following. Volume of air inspired or expired during a normal respiration. എന്താണത്? tidal volume. Volume of air remaining in the lungs even after a forcible expiration. അതെന്താണ്? residual volume. Identify the 2 true statement from the statement given below and rewrite the 2 false statement correctly. അപ്പോൾ ഇതിൽ നിന്ന് 2 ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്തുക, 2 ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്തി കറക്റ്റ് ചെയ്യുക. ന്യൂമോണിയ ഈസ് എ ക്രോണിക് ഡിസോർഡർ ഡ്യൂ ടു സിഗരറ്റ് സ്മോക്കിംഗ്. അത് ഫാൾസാണ് അല്ലേ? സിഗരറ്റ് സ്മോക്കിംഗ് കാരണം ഉണ്ടാകുന്ന ക്രോണിക് ഡിസോർഡർ ന്യൂമോണിയ അല്ല, എംഫിസീമയാണ്. ഓക്സിജൻ കമ്പൈൻ വിത്ത് ഹീമോഗ്ലോബിൻ ടു കാർബമിനോ ഹീമോഗ്ലോബിൻ. അപ്പോൾ അതും ഫാൾസാണ്. ഓക്സി ഹീമോഗ്ലോബിനാണ് ഓക്സിജൻ കമ്പൈൻ വിത്ത് ഹീമോഗ്ലോബിൻ. ഹ്യൂമൻ ലങ് ഈസ് കവേർഡ് ബൈ എ സിംഗിൾ വാൾഡ് മെംബ്രെയിൻ കാൾഡ് പ്ലൂറ. ഹ്യൂമൻ ലങ് ഈസ് കവേർഡ് ബൈ എ സിംഗിൾ വാൾഡ് മെംബ്രെയിൻ അല്ല, നമ്മൾ ഡബിൾ വാൾഡ് മെംബ്രെയിൻ ആണ് പ്ലൂറ. ആൽവിയോളൈ ആർ ദ പ്രൈമറി സൈറ്റ്സ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അപ്പോൾ അത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ 3 സ്റ്റേറ്റ്മെൻറ്റും ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ 2 ട്രൂ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 2 ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് അല്ല, 3 ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട്. A mechanism of breathing is shown below. Study the diagram. Write which process is mentioned here. അപ്പോൾ ഇതുപോലെ ഡയഗ്രാം തന്നിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞു. ഏത് പ്രോസസ്സാണ് ഇതിൽ കാണിക്കുന്നത്? ഇപ്പോൾ എയർ എക്സ്പെൽഡ് ഫ്രം ലങ്സ് ആണ്. നോക്കൂ, ഡയഫ്രം റിലാക്സ്ഡ് ആൻഡ് ആർച്ച്ഡ്. അപ്പോൾ ഇതെന്താണ്? എയർ എക്സ്പെൽ ചെയ്യുന്നത് എക്സ്പിറേഷൻ ആണ്. വേർ യു ക്യാൻ ഫൈൻഡ് ഇൻ്റർകോസ്റ്റൽ മസിൽസ് ഇൻ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് എവിടെയാണ് കാണുക? ഇൻ ബിറ്റ്വീൻ റിബ്സ്. റിബ്സിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന മസിൽസാണ് ഇൻ്റർകോസ്റ്റൽ മസിൽസ്. ഓക്സി ഹീമോഗ്ലോബിൻ ഈസ് ഫോംഡ് വെൻ PO2 ഈസ് ഹൈ, ബട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് വെൻ ദ PCO2 ഈസ് ഹൈ. ഹൈ H+ കോൺസെൻട്രേഷൻ ആൻഡ് ഹയർ ടെമ്പറേച്ചർ. റൈറ്റ് വാട്ട് ഹാപ്പൻസ് ടു ഹീമോഗ്ലോബിൻ ഇൻ ദ ആൽവിയോളൈ ആൻഡ് ബോഡി ടിഷ്യൂസ്. ബോഡി ടിഷ്യൂസിലും ആൽവിയോളയിലും എന്താണ് സംഭവിക്കുക? ഹീമോഗ്ലോബിൻ ആൽവിയോളയിൽ വെച്ച് കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ആകുന്നു. ബോഡി ടിഷ്യൂസിൽ വെച്ച് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് മാറുന്നു. ഫോർ കംപ്ലീഷൻ ഓഫ് റെസ്പിറേഷൻ പ്രോസസ് റൈറ്റ് ദ ഗിവൺ സ്റ്റെപ്പ് ഇൻ സീക്വൻഷ്യൽ മാനർ. നേരത്തെ സൂചിപ്പിച്ചു, ഈ ഒരു സ്റ്റെപ്പ് ഡിസോർഡറായിട്ട് തന്നിരുന്നിട്ട് നിങ്ങളോട് ഓർഡറായിട്ട് എഴുതാൻ ആവശ്യപ്പെടാം. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഓർത്തു വയ്ക്കുക. റീറൈറ്റ് ദ ഗിവൺ സെൻറ്റൻസസ് ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക് ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട്. അണ്ടർലൈൻഡ് പാർട്ടിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനാണ്. ആൻ ഇൻക്രീസ് ഇൻ വോളിയം ഡിക്രീസസ് ആൻ ഇൻക്രീസ് ഇൻ പൾമനറി വോളിയം ഡിക്രീസസ് ദ പൾമനറി പ്രഷർ. ഇൻക്രീസ് ഇൻ പൾമനറി വോളിയം, ലങ്സിനകത്തുള്ള വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിക്രീസസ് ദ പൾമനറി പ്രഷർ, അകത്തുള്ള പ്രഷർ ഡിക്രീസ് ചെയ്യും. ടു ലെസ് ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറവാകും. വിച്ച് ഫോഴ്സസ് ദ എയർ ഫ്രം ഔട്ട്സൈഡ് ടു മൂവ് ഇൻ ടു ദ ലങ്സ്. അതിനെയാണ് നമ്മൾ ഇൻസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ മിസ്റ്റേക്ക് ഇല്ല. അകത്തെ വോളിയം കുറയുന്നു. അപ്പോൾ വോളിയം കൂടുന്നു. വോളിയം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും
പുറത്ത് അറ്റ്മോസ്ഫിയറിൽ നിന്നും എയർ അകത്തേക്ക് കടക്കും. അതിനെയാണ് നമ്മൾ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മിസ്റ്റേക്ക് ഇല്ല. We have the ability to increase the strength of inspiration and expiration with the help of additional muscles in the ribs known as intercostal muscles. അപ്പോൾ നമ്മൾ ഫോഴ്സിബിളായിട്ട് ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഇൻസ്പയർ ചെയ്യുകയും എക്സ്പയർ ചെയ്യുകയും ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസാണ് ഇൻ്റർകോസ്റ്റൽ മസിൽസ്. അപ്പോൾ ഇവിടെയും ഇവിടെ മിസ്റ്റേക്ക് ഇല്ല. ഹീമോഗ്ലോബിൻ ഈസ് എ റെഡ് കളേർഡ് അയൺ കണ്ടെയ്നിങ് പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ ദ WBCs. അപ്പോൾ അവിടെ മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ. ഹീമോഗ്ലോബിൻ WBCസിലല്ല ഉള്ളത്, എവിടെയാണ്? RBCസിലാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യണം. വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ ഈസ് കാൾഡ് ടൈഡൽ വോളിയം. അപ്പോൾ അവിടെ ഫോഴ്സിബിൾ എക്സ്പിറേഷന് ശേഷവും അവശേഷിക്കുന്ന എയർ എന്ന് പറയുന്നത് ടൈഡൽ വോളിയം അല്ല, ഇറ്റ് ഈസ് റെസിഡുവൽ വോളിയം. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. Diagrammatic representation of transport of oxygen in man is given. Observe and answer the following. Name the method of oxygen transported indicated as A. ഇവിടെ ഇതാ കാണിച്ചിട്ടുണ്ട് നോക്കൂ. A 3%, B 97% of oxygen is transported by RBCs in the blood. ഇവിടെ എന്താണ് 3%? That is transported in the form of a dissolved form in plasma. Write the name of unstable compound formed when hemoglobin bind with oxygen. ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അൺസ്റ്റേബിൾ കോമ്പൗണ്ട് എന്താണ്? ഓക്സി ഹീമോഗ്ലോബിൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. നന്നായിട്ട് പഠിക്കുക. For video lessons, please subscribe TLP's biology classes. Thank you.